നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. പുതിയ ടാസ്ക്കാണ്, 4ാമത്തെ ടാസ്ക്. പൊടിമഴ എന്നാണ് ടാസ്കിൻ്റെ പേര്. അപ്പോൾ ടാസ്ക് നമ്മുടെ ഷാനവാസാണ് വായിക്കുന്നത്. അപ്പം ഷാനവാസ് വായിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ഷാനവാസ് വായിക്കുന്നത് കംപ്ലീറ്റ് കാണിക്കുന്നില്ല. നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ജലൻ്റെ ആകൃതിയിൽ പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്, അത്രമാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം കുറച്ച് ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരുമിച്ചാണ് ടാസ്ക് ചെയ്യേണ്ടതെന്നും കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്മൈലി ബോൾസും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗെയിം എന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്കൊരു പ്രമോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷേ എങ്കിലും മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ജനൽപ്പാളികൾ പോലെ വെച്ചിരിക്കുന്ന 2 പാളികൾ അത് ഓപ്പൺ ആവാതെ ഹോൾഡ് ചെയ്ത് നിർത്തുക. ഇവർ കൈ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് തുറന്നിട്ട് അതെന്താ സംഭവിക്കാമെന്ന് അറിയില്ല, പക്ഷെ അത് കൈ വിടരുത്. അവർ ഒരു കൈ കൊണ്ടാണ് അത് ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടത്. അപ്പോൾ ആ ഓരോ ജനൽപ്പാളികളിലും താക്കോൽ തൂങ്ങിക്കിടപ്പുണ്ട്. അതേപോലെ തന്നെ താഴെയും കുറേ താക്കോൽ ഇരിപ്പുണ്ട്, കുറേ സ്മൈലി ബോൾസ് ഇരിപ്പുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഗെയിമെന്ന്. എന്തായാലും അവർ കഴിഞ്ഞ ഗെയിം പോലെ തന്നെ അവർ കൈ കൊണ്ട്, ഈ വട്ടം അന്ന് 2 കൈ ആണെങ്കിൽ ഈ വട്ടം ഒറ്റ കൈ കൊണ്ട് മാത്രമാണ് ആ ഒരു മീൻസ് ആ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടത്. അപ്പോൾ അത് തുറന്ന് വരാത്ത രീതിയിൽ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അവരുടെ ടാസ്ക്. നമുക്ക് നാളത്തെ എപ്പിസോഡ്സ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ ലൈവ് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്താണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ അക്ബറിന് കൈവേദനിക്കുന്നെന്ന് പറയുന്നുണ്ട്, അനുമോളും പറയുന്നുണ്ട്. അപ്പം നെവിനാണെങ്കിൽ എന്തായാലും വിട്ട് കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ആപ്പിളൊക്കെ കടിച്ചു വെച്ചിട്ട് ഭയങ്കര ഇതിൽ നിൽപ്പുണ്ട്. കഴിഞ്ഞ ടാസ്കിൽ ചക്ക വെട്ടിയിട്ട പോലെ വീണ ആളാണ്. അപ്പോൾ ഈ വട്ടം അത് ചെയ്യുമോ, ആർക്കൊക്കെ എത്ര നേരം ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കാം. അനുമോള് കുഴഞ്ഞ് വീഴുന്നതും കാണിക്കുന്നുണ്ട് വയ്യാണ്ട്. അപ്പോൾ എന്താണ് ഇവർക്ക് സംഭവിച്ചെന്നുള്ളതൊക്കെ നാളെ കാണാം.